ഹായ് നമസ്കാരം. എല്ലാവർക്കും സുഖമാണോ? കറണ്ട് അഫയേഴ്സ് ഓർത്ത് ആർക്കെങ്കിലും ടെൻഷനുണ്ടോ? എങ്കിൽ ആ ടെൻഷൻ അങ്ങ് മാറ്റിവെച്ചോളൂ. പരീക്ഷയ്ക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സിമ്പിളായി നമുക്ക് ഒരുമിച്ച് പഠിച്ചെടുക്കാം. റെഡിയല്ലേ? ദിവസവും പത്രമെടുക്കുമ്പോഴും ന്യൂസ് ചാനലുകൾ കാണുമ്പോഴും ഒരു കൺഫ്യൂഷൻ വരാറില്ലേ? അയ്യോ, ഇതിലേതാണ് പഠിക്കേണ്ടത്, ഏതാണ് ഒഴിവാക്കേണ്ടത്, പ്രധാനപ്പെട്ടതൊന്നും വിട്ടുപോവില്ലല്ലോ എന്ന പേടി. അതൊക്കെ നമുക്കിന്ന് ശരിയാക്കാം. വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല. ഈ കാണുന്ന വിവരങ്ങളൊക്കെ നമുക്ക് വളരെ രസകരമായി കഥ പറയുന്നത് പോലെ പഠിക്കാം. പരീക്ഷയ്ക്ക് ഉയർന്ന സ്കോർ ഉറപ്പായി നമുക്ക് നേടാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഗെയിം പ്ലാൻ. ഈ 5 ഭാഗങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴേക്കും ഈ ദിവസങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറന്റ് അഫയേഴ്സ് നിങ്ങളുടെ കയ്യിലിരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ലെറ്റ്സ് ഗോ. ഓക്കെ, നമ്മുടെ ആദ്യത്തെ സെക്ഷനിലേക്ക് കടക്കുകയാണ്. ചില തീയതികളുണ്ട് പരീക്ഷയ്ക്ക് ചോദ്യമിടുന്നവർക്ക് അതൊരു പ്രത്യേക ഇഷ്ടമാണ്. അങ്ങനെ ഒരു തീയതിയാണ് മാർച്ച് 23. അതിന് നേരൊരു 5 സ്റ്റാർ ഇട്ടോളൂ. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ മാർച്ച് 23ന്റെ ആദ്യത്തെ പ്രത്യേകത, അന്ന് ലോക കാലാവസ്ഥാ ദിനമാണ്. ശ്രദ്ധിക്കണേ, പരീക്ഷകളിൽ എപ്പോഴും ഇതിന്റെ തീം അഥവാ പ്രമേയം ചോദിക്കാറുണ്ട്. ഈ വർഷത്തെ തീം എന്താണ്? കാലാവസ്ഥാ പ്രവർത്തനത്തിന്റെ മുൻനിരയിൽ ഡിജിറ്റൽ സാങ്കേതികവിദ്യ. അതായത് ക്ലൈമറ്റ് ആക്ഷനും ഡിജിറ്റൽ ടെക്നോളജിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പോയിന്റാണിത്. ഓർത്തുവെക്കാൻ എളുപ്പമല്ലേ? ഇനി മാർച്ച് 23ന്റെ രണ്ടാമത്തെ പ്രാധാന്യം. അതെ, ഇത് ഇന്ത്യയിലെ രക്തസാക്ഷി ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. നമ്മുടെയൊക്കെ ഹീറോകളായ ഭഗത് സിംഗിനെയും സുഖ്ദേവിനെയും രാജ്ഗുരുവിനെയും ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റത് 1931 ഇതേ ദിവസമാണ്. അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഈ ദിനം. കാര്യം പിടികിട്ടിയോ? ഒരേ തീയതി 2 വലിയ സംഭവങ്ങൾ. 1931 നമ്മുടെ രാജ്യത്തിനു വേണ്ടി 3 ധീരർ ജീവൻ വെടിഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം 1950 ഇതേ ദിവസം ലോക കാലാവസ്ഥാ സംഘടന രൂപീകരിക്കപ്പെട്ടു. കണ്ടില്ലേ, ഒരേ ദിവസത്തിന് ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും എന്തുമാത്രം പ്രാധാന്യമുണ്ടെന്ന്. ഇത് പരീക്ഷയ്ക്ക് വരാൻ നല്ല സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ തീയതികളുടെ കാര്യം സെറ്റായി. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഈ അടുത്ത കാലത്ത് അവാർഡുകളിലൂടെയും നിയമനങ്ങളിലൂടെയും വാർത്തകളിൽ ഇടം പിടിച്ച പ്രധാനപ്പെട്ട ചില വ്യക്തികളെ പരിചയപ്പെടാം. ഈ പേരൊന്ന് ശ്രദ്ധിച്ചേ. ഓർഡർ ഓഫ് ദി ഡ്രോക് ഗ്യാൽപോ. ഇത് നമ്മുടെ അയൽ രാജ്യമായ ഭൂട്ടാൻ നൽകുന്ന ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയാണ്. ഏകദേശം നമ്മുടെ ഭാരതരത്നത്തിന് തുല്യം. ഈ പുരസ്കാരം അടുത്തിടെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചു. ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഒരു ഷുവർ ക്വസ്റ്റ്യൻ എന്ന് വേണമെങ്കിൽ പറയാം. ഭൂട്ടാന്റെ ഈ പരമോന്നത ബഹുമതി ലഭിക്കുന്ന ആദ്യത്തെ വിദേശ ഭരണ തലവനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇതൊരു ചരിത്രപരമായ കാര്യമാണ്. അതുകൊണ്ട് തീർച്ചയായും ഓർത്തുവെക്കണം. ഇനി സ്പോർട്സ് ലോകത്തെ 2 പ്രധാന വാർത്തകൾ. നമ്മുടെ ചെസ്സിലെ വിസ്മയം പ്രജ്ഞാനന്ദയെ യുനെസ്കോയുടെ ഗുഡ്വിൽ അംബാസഡറായി നിയമിച്ചു. മറുവശത്ത് പോൾ വാൾട്ടിലെ രാജാവെന്നറിയപ്പെടുന്ന സ്വീഡന്റെ അർമാൻ ഡുപ്ലാന്റിസ് തുടർച്ചയായി 4ാമത്തെ തവണയും ലോക ഇൻഡോർ കിരീടം നേടിയിരിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സ്വന്തം കേരളത്തിലേക്ക് വരാം. ആരോഗ്യരംഗത്ത് കേരളം നടപ്പിലാക്കുന്ന ചില കിടിലൻ പദ്ധതികളെക്കുറിച്ചാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഈ പേരോർത്തുവെച്ചോളൂ, പ്രതീക്ഷ. കുട്ടികളിലുണ്ടാകുന്ന കിഡ്നി രോഗങ്ങൾ തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ച് അവർക്ക് ഏറ്റവും നല്ല ചികിത്സ കൊടുക്കാനുള്ള നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഒരു പദ്ധതിയാണിത്. സംസ്ഥാന തലത്തിലുള്ള പരീക്ഷകൾക്ക് ഇത്തരം പദ്ധതികളെപ്പറ്റി ഉറപ്പായും ചോദ്യങ്ങൾ വരാറുണ്ട്. അട്ടപ്പാടിയിലെ ആദിവാസി മേഖലകളിലെ ശിശുമരണം തടയാൻ വേണ്ടി ഗവൺമെന്റ് ഒരു അടിപൊളി പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. ഇതിന് പല ഘട്ടങ്ങളുണ്ട്. ഗർഭിണികൾക്ക് സുരക്ഷിതമായി താമസിക്കാൻ അമ്മ വീട്, പോഷകാഹാരം ഉറപ്പാക്കാൻ കിറ്റുകൾ, ആരോഗ്യകാര്യങ്ങൾ നോക്കാൻ സ്ത്രീകളുടെ കൂട്ടായ്മകൾ, പിന്നെ നല്ല ചികിത്സാ സൗകര്യങ്ങൾ. ഇങ്ങനെ ഒരുമിച്ച് പ്രവർത്തിച്ചാണ് അവിടെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. ഇപ്പോൾ സ്ക്രീനിലൊരു നമ്പർ കാണുന്നില്ലേ? 4333. എന്താണെന്ന് വല്ല ഐഡിയ ഉണ്ടോ? ഇത് നമ്മുടെ കേരളത്തിൽ ആദ്യമായി നടത്തിയ ഒരു കണക്കെടുപ്പിൽ കണ്ടെത്തിയ പ്രകൃതിദത്ത നീരുറവുകളുടെ എണ്ണമാണ്. ഇന്ത്യയിൽ ആദ്യമായാണ് ഇങ്ങനെയൊരു സെൻസസ് നടക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ നീരുറവുകൾ കണ്ടെത്തിയത് നമ്മുടെ കേരളത്തിലാണ്. ഇതൊരു വലിയ കാര്യമാണ്. പരീക്ഷയ്ക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ഡാറ്റയാണിത്. ശരി, ഇനി നമുക്ക് കുറച്ചുകൂടി വിശാലമായി ചിന്തിക്കാം. ദേശീയതലത്തിൽ പ്രാധാന്യമുള്ള ചില നിയമങ്ങളെയും റിപ്പോർട്ടുകളെയും കുറിച്ചാണ് അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. സിവിൽ സർവീസ് പോലുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഈ ഭാഗം വളരെ പ്രധാനമാണ്. അടുത്തത് ഏകീകൃത സിവിൽ കോഡ് അഥവാ UCC. വിവാഹം, വിവാഹമോചനം, സ്വത്തവകാശം പോലുള്ള കാര്യങ്ങളിൽ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഒരേ നിയമം എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യയിൽ ഇത് പാസാക്കുന്ന ആദ്യത്തെ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. ഇപ്പോൾ 2ാമത്തെ സംസ്ഥാനമായി ഗുജറാത്തും ഈ നിയമം പാസാക്കിയിരിക്കുന്നു. ഒരു എക്സ്ട്രാ വിവരം തരാം. സ്വാതന്ത്ര്യത്തിന് മുൻപേ തന്നെ പോർച്ചുഗീസ് നിയമത്തിന്റെ ഭാഗമായി ഗോവയിൽ ഒരു ഏകീകൃത സിവിൽ കോഡ് നിലവിലുണ്ടായിരുന്നു. അടുത്തത് ഒരു റിപ്പോർട്ടാണ്. പക്ഷേ അത്ര സന്തോഷമുള്ളൊരു വാർത്തയല്ല.
ലോകത്തിലെ വായു ഏറ്റവും മലിനമായ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 6-ാമതാണ്. IQ എയർ എന്ന സംഘടന പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടിലാണ് ഈ കണക്കുള്ളത്. ഈ റിപ്പോർട്ടിലെ മറ്റു ചില കാര്യങ്ങൾ കൂടി നോക്കാം. ലോകത്തിലെ ഏറ്റവും മലിനീകരണമുള്ള നഗരം ഉത്തർപ്രദേശിലെ ലോനിയാണ്. 4-ാം സ്ഥാനത്ത് നമ്മുടെ രാജ്യതലസ്ഥാനമായ ഡൽഹിയുമുണ്ട്. അതിനേക്കാൾ ഗൗരവമുള്ള കാര്യം, ലോകത്തിലെ ഏറ്റവും മലിനമായ ആദ്യ 10 നഗരങ്ങളെടുത്താൽ അതിൽ 5 എണ്ണവും ഇന്ത്യയിലാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ്, ഓർത്തുവയ്ക്കുക. ഇനി സാമ്പത്തിക രംഗത്തെ ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് നോക്കാം. ഇന്ത്യയിൽ വിദ്യാഭ്യാസത്തിനു വേണ്ടി ഏറ്റവും കൂടുതൽ വായ്പ അനുവദിച്ച സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്ത് തമിഴ്നാടാണ്. തൊട്ടുപിന്നാലെ 2-ാം സ്ഥാനത്ത് നമ്മുടെ കേരളവുമുണ്ട്. കൊള്ളാം. ഇത്രയും നേരം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചല്ലേ? ഇനി അതൊക്കെ ഓർമ്മയിലുണ്ടോ എന്ന് നമുക്കൊന്ന് ഉറപ്പിക്കണ്ടേ? അതിനായി ഒരു ചെറിയ റിവിഷനും ശേഷം ഒരു കുഞ്ഞ് ക്വിസും. റെഡിയല്ലേ എല്ലാവരും? ഓക്കെ, നമുക്ക് പെട്ടെന്നൊന്ന് ഓടിച്ചു നോക്കാം. ഭൂട്ടാന്റെ പരമോന്നത അവാർഡ് കിട്ടിയത് പ്രധാനമന്ത്രി മോദിക്ക്. UCC പാസാക്കിയ 2-ാമത്തെ സംസ്ഥാനം ഗുജറാത്ത്. വായുമലിനീകരണത്തിൽ ഇന്ത്യയുടെ റാങ്ക് 6. ലോകത്തെ ഏറ്റവും മലിനമായ നഗരം ലോനി. യുനെസ്കോ അംബാസഡറായത് നമ്മുടെ പ്രജ്ഞാനന്ദ. കേരളത്തിൽ കണ്ടെത്തിയത് 4333 നീരുറവകൾ. ഈ പോയിന്റുകളൊന്നും മറക്കരുത്. അപ്പോ ക്വിസ് തുടങ്ങാം. ഞാൻ ചോദ്യം ചോദിക്കും, നിങ്ങൾ ഉത്തരം മനസ്സിൽ കണ്ടെത്താൻ ശ്രമിക്കണം. 1-ാമത്തെ ചോദ്യം: സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഏകീകൃത സിവിൽ കോഡ് പാസാക്കിയ 2-ാമത്തെ സംസ്ഥാനം ഏതാണ്? ഉത്തരം ഗുജറാത്ത്. 2-ാമത്തെ ചോദ്യം: 2026-ലെ ലോക കാലാവസ്ഥാ ദിനത്തിന്റെ പ്രമേയം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഡിജിറ്റൽ സാങ്കേതികവിദ്യ. 3-ാമത്തെ ചോദ്യം: ഇന്ത്യയിൽ ആദ്യമായി നടന്ന നീരുറവ സെൻസസ് പ്രകാരം കേരളത്തിൽ എത്ര നീരുറവുകൾ കണ്ടെത്തി? ഉത്തരം 4333. 4-ാമത്തെ ചോദ്യം: ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരമായി IQ എയർ റിപ്പോർട്ടിൽ പറയുന്ന ഇന്ത്യൻ നഗരമേതാണ്? ഉത്തരം ഉത്തർപ്രദേശിലെ ലോനി. അവസാന ചോദ്യം: ഭൂട്ടാന്റെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ദ ഡ്രൂക്ക് ഗ്യാൽപോ നേടിയ ആദ്യ വിദേശ നേതാവ് ആരാണ്? ഉത്തരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എല്ലാവർക്കും ഉത്തരങ്ങൾ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോ നമ്മുടെ ഇന്നത്തെ ഈ വിവരണം ഇവിടെ അവസാനിക്കുകയാണ്. പോകുന്നതിനു മുൻപ് നിങ്ങൾക്കായൊരു ചോദ്യം. നമ്മളിന്ന് പല ദേശീയ റിപ്പോർട്ടുകളെക്കുറിച്ചും സംസാരിച്ചല്ലോ. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇനി വരാനിരിക്കുന്ന പരീക്ഷകൾക്ക് ഏറ്റവും നിർണായകമാകാൻ സാധ്യതയുള്ള മറ്റു ദേശീയ റിപ്പോർട്ടുകൾ ഏതൊക്കെയാണ്? ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങളുടെ പഠനത്തിന് കൂടുതൽ സഹായകമാകും. അപ്പോ അടുത്ത തവണ പുതിയ വിഷയങ്ങളുമായി വീണ്ടും കാണാം. എല്ലാവരും നന്നായി പഠിക്കുക.